നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ദേവിയുടെ നവഭാവങ്ങളെ ഉപാസിക്കുന്ന ദിനങ്ങൾക്ക് ഇനി 3 നാളുകൾ മാത്രം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന 9 നാളുകളാണ് ഭാരതീയർ നവരാത്രിയായി ആഘോഷിക്കുന്നത്. പരമാത്മാവിനെ ദേവീരൂപത്തിൽ ഉപാസിക്കുന്ന നാളുകളാണ് നവരാത്രി നാളുകൾ. 9 ദിവസങ്ങളിലെ ഉപാസനയ്ക്ക് ശേഷം 10ാം നാൾ പുത്തൻ ഉണർവോടെ ജീവിതയാത്ര തുടരാൻ കഴിയുന്ന തരത്തിലാണ് നവരാത്രി ഉപാസന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വസൃഷ്ടി വിധാനവും സൃഷ്ടി പരിപാലനവും സൃഷ്ടിയെ അതിക്രമിക്കലുമാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്ന ത്രിമൂർത്തി സങ്കല്പത്തിൻ്റെ പൊരുൾ. ഈ ധർമ്മങ്ങൾ സാധ്യമാകുന്ന ശക്തികളത്രേ ദുർഗ, ലക്ഷ്മി, സരസ്വതിമാർ. സൃഷ്ടിയെ അതിക്രമിച്ച് നിരന്തരം നിലനിൽക്കുന്ന ആത്മതത്വത്തിൽ ചിരപ്രതിഷ്ഠ നേടലാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ഇത് ജ്ഞാനത്തിലൂടെയേ സാധ്യമാക്കൂ. അതിനാൽ നവരാത്രിയിലെ ഉപാസനയുടെ പരിസമാപ്തി ജ്ഞാനദേവതയായ സരസ്വതിയെ പൂജിക്കുന്നു. ജ്ഞാനത്തിനാവശ്യമായ യോഗ്യതയാണ് സദ്ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ സമ്പത്താണ്. അതുകൊണ്ടാണ് ഇത്തരം ഗുണങ്ങളെ ദൈവീ സമ്പത്ത് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പല ഭാഗങ്ങളിലായി പറയുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ കേൾക്കാം. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. തുടർന്ന് രാമായണ ദർശനം. സീതയെ സംരക്ഷിക്കണമെന്നും
കാട്ടിൽ നിറയെ രാക്ഷസന്മാരുള്ളതാണെന്നും ലക്ഷ്മണനെ ഓർമ്മപ്പെടുത്തി ശ്രീരാമൻ മാനിന് പിന്നാലെ പോകുന്നു. മോഹിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മാൻ ശ്രീരാമനെ ആശ്രമ പരിസരത്ത് നിന്നും അകറ്റുന്നു. തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. അധ്യാത്മരാമായണം അനുസരിച്ച് മായാസീത സൗവർണമായ മാനിനെ പിടിച്ചു കൊണ്ടുവരാൻ രാമനോട് ആവശ്യപ്പെടുകയാണ്. മായാസീത എന്ന കാഴ്ചപ്പാട് വാൽമീകീയത്തിലില്ല. അവിടെ സീത തന്നെയാണ് രാമനോട് ആവശ്യപ്പെടുന്നത്. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. സീത ആവശ്യപ്പെട്ടത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഹേ ലക്ഷ്മണ, നീ സീതയ്ക്കൊരു ഭയവും ഉണ്ടാകാത്ത വിധം ഇവിടെ സീതയെ കാത്തുകൊണ്ടാലും കാട്ടിൽ നിറയെ രാക്ഷസന്മാരുണ്ടെന്ന് ഓർമ്മിക്കണം. ഇപ്രകാരം പറഞ്ഞ് അമ്പും വില്ലും എടുത്തുകൊണ്ട് ആ മാനിനെ പിടിക്കാൻ രാമൻ പോവുകയാണ്. ഇവിടെ വളരെ വലിയ അന്തരം വാൽമീകീയ രാമായണവുമായിട്ടുണ്ട്. അവിടെ ശ്രീരാമൻ മാനിനെ പിടിക്കാൻ പോകാൻ ഒരുമ്പെടുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അരുത്, ഇത് രാക്ഷസന്മാരുടെ മായാപ്രയോഗമാണ്, ഇത് ശരിയായ മാനാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. അതൊട്ടും അനുസരിക്കാതെയാണ് രാമൻ പോകുന്നത്. ഇവിടെ ആ ഭാഗം പറഞ്ഞിട്ടില്ല. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം. എന്നുറച്ച ആശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. ശ്രീരാമനെ ഭ്രമിപ്പിക്കുകയാണ് ആ മാൻ. വളരെ വേഗതയിലോടും, പിന്നാലെ രാമൻ ഓടുമ്പോൾ അത് പതുക്കെയാക്കും, പിടിക്കാൻ നോക്കുമ്പോൾ വീണ്ടും വേഗത കൂട്ടും. ഇങ്ങനെ ആശ്രമത്തിൽ നിന്ന് വളരെ ദൂരെ അകറ്റി കൊണ്ടുപോവുകയാണ്. ഒടുവിൽ ഇതിന് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ രാമൻ ആ മാനിന് നേർക്ക് അമ്പെയ്യുന്നു. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെയിതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാവം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ, സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചു കൊൾക ചെന്നു ലക്ഷ്മണമടിയാതെ, രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. അമ്പേറ്റ് ആ മാൻ വീഴുന്നു. ഉഗ്രരൂപിയായ മാരീചൻ്റെ രാക്ഷസവേഷം പ്രകടമാകുന്നു. പിടഞ്ഞു മരിക്കുന്ന സമയത്ത്, ഹാ ലക്ഷ്മണ, എൻ്റെ സഹോദര, വിധിബലം കണ്ടോ, നീ എന്നെ രക്ഷിക്കൂ എന്ന് രാമൻ്റെ ശബ്ദത്തിൽ, ഉച്ചത്തിൽ മാരീചൻ വിളിച്ച് കരയുകയാണ്. ആ ആതുരമായ ശബ്ദം കേട്ട് സീത ലക്ഷ്മണനോട് പറയുന്നു, ഹേ ലക്ഷ്മണ, ഒട്ടും വൈകാതെ ജ്യേഷ്ഠനരികെ പോയാലും രാക്ഷസന്മാർ കൊല്ലുന്നതിന് മുമ്പേ ജ്യേഷ്ഠനെ രക്ഷിക്കൂ, ഒട്ടും മടിക്കരുതേ എന്ന് പറഞ്ഞ് സീത വിലപിക്കുന്നു. ഈ ഭാഗം
രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് വാൽമീകീയത്തിൽ. അവിടെ ഒച്ചത്തിൽ മാരീചൻ വിളിച്ച് കരയുന്നത് ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നാണ്. തുടർന്ന് ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ ലക്ഷ്മണനോട് ഉടനെ പോകാൻ സീത കൽപ്പിക്കുകയാണ്. ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ കരയില്ലെന്നും ലോകത്തിലാർക്കും തൻ്റെ ജ്യേഷ്ഠനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും ഇത് രാക്ഷസന്മാരുടെ മായാപ്രയോഗമാണെന്നും ലക്ഷ്മണൻ സീതയെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. സീതയാവട്ടെ വികാരവിവശയായി ഒരു കാരണവശാലും ലക്ഷ്മണന് സഹിക്കാൻ വയ്യാത്ത, ചിന്തിക്കാൻ വയ്യാത്ത വിധത്തിൽ സംസാരിക്കുകയാണ്. നോക്കൂ, ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല, ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടുപോയകലുമ്പോൾ, നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചീടുകിൽ അരക്ഷണാൽ, വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ഒരു കാരണവശാലും തൻ്റെ ജ്യേഷ്ഠൻ ഇപ്രകാരം കരയുകയില്ല. ഈ ലോകത്തെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് സംഹരിക്കാനുള്ള ശേഷി രാമനുണ്ട്. എന്നിരിക്കെ ഇത് കേവലം രാക്ഷസന്മാരുടെ പ്രയോഗമാണ്. അതുകൊണ്ട് ഇത് മാരീചൻ്റെ ലീലകളാണ്. അതിന് നമ്മൾ വഴിപ്പെടരുത്. ഈയൊരു ശബ്ദം കേട്ട് രാമനാണെന്ന് ധരിച്ച് ഞാൻ പോയാൽ ആ സമയത്ത് രാവണൻ വന്ന് അങ്ങയെ അപഹരിക്കും. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഒരിക്കലും ഇപ്രകാരം കരയില്ല, രാക്ഷസന്മാരാൽ നമ്മൾ വഞ്ചിക്കപ്പെടരുത് എന്ന് ലക്ഷ്മണൻ പറയുന്ന ഭാഗമാണ്. ഈ ഭാഗം കുറേ വ്യത്യാസങ്ങൾ വാൽമീകി രാമായണവുമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് തുടർന്നത് വിചാരത്തിന് വിധേയമാക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. രാക്ഷസ പ്രകൃതരുടെ ചതിയും അതിനായി അവർ തയ്യാറാക്കിയ നാടകവുമാണ് ഇന്നത്തെ രാമായണ ദർശനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ശ്രീരാമന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് സീത വിശ്വസിക്കുമ്പോഴും ലക്ഷ്മണന് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ ജ്യേഷ്ഠൻ്റെ അവതാര മഹത്വത്തെക്കുറിച്ച്. ഇനി സനാതനധർമ്മം. ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിൽ ആത്മീയ ശക്തി ഉയരുന്നത്. ധർമ്മചിന്തയിലൂടെ മാത്രമേ അത്തരമൊരു അവസ്ഥയിലെത്താനാകൂ എന്നാണ് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഇന്ന് സനാതനധർമ്മത്തിലൂടെ പറയുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമങ്ങൾ. കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ടാണ് നാം കാണുന്നത്. എത്ര വായിച്ചാലും പഠിച്ചു തീരാൻ സാധിക്കാത്ത പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതിഹാസ കാവ്യമാണ് രാമായണം. രാമായണം എന്ന് പറയുമ്പോൾ രാമൻ്റെ അയനം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതയാത്രയുടെ അത്ഭുത ദൃശ്യം, രാമൻ്റെ കഥ മാത്രമല്ല, ഈശ്വരിലേക്കുള്ള നമ്മുടെ ആന്തരിക യാത്രയുടെ കഥ കൂടിയാണ്. ഉള്ളിലെ രാക്ഷസകുലത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ഉപായങ്ങൾ രാമായണ കഥയിലൂടെ വാൽമീകി മഹർഷി വിവരിക്കുന്നു. അതിന് നമ്മിലെ നന്മകൾ ഉണരണം, അത് ധർമാനുഷ്ഠാനത്താൽ വളരണം. ഭഗവാന്റെ അവതാര നാടകത്തിൽ അച്ഛൻ്റെ സത്യം പാലിക്കാൻ വനവാസത്തിന് തയ്യാറായി. അങ്ങനെ പുത്രധർമ്മം കാണിച്ചു തന്നു. ഘോരയുദ്ധത്തിലൂടെ സീതയെ വീണ്ടെടുത്ത് ഭർതൃധർമ്മവും പഠിപ്പിച്ചു. രാജാവ് തൻ്റെ കുടുംബത്തേക്കാൾ പ്രാധാന്യം രാജ്യത്തിന് നൽകണം, പ്രജാഹിതം മാനിക്കാനായി തനിക്ക് പ്രിയപ്പെട്ടതെന്തും ത്യജിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്ന സന്ദേശം നൽകാൻ
സീതാ പരിത്യാഗത്തിനും തയ്യാറായി. പ്രപഞ്ചശക്തി അന്ധകാരത്തിൽ, ആലസ്യത്തിൽ, അജ്ഞതയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ സ്നേഹം കൊണ്ട്, ത്യാഗം കൊണ്ട്, വാക്കുകൊണ്ട്, ജീവിതം കൊണ്ട് ഉണർത്താൻ ശ്രമിക്കുന്നു. അതാണ് രാമായണത്തിൽ നാം കാണുന്നത്. രാമായണം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ രാമായണം, രാവ് മായണം, രാത്രി മായണം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇല്ലാത്തത് പലതും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുവാൻ രാത്രിക്ക് സാധിക്കും. ഉള്ളത് പലതും കാണാനും സാധിക്കില്ല. അങ്ങനെയുള്ള അന്ധകാരമാണ് പലപ്പോഴും ഭയത്തെ ജനിപ്പിക്കുന്നത്, ദുഃഖമുണ്ടാക്കുന്നത്. സാധാരണ മനുഷ്യൻ അന്ധകാരത്തിലാണ് കഴിയുന്നത്. അന്ധകാരമെന്ന് പറയുമ്പോൾ അജ്ഞതയുടെ അന്ധകാരം. കൊടുങ്കാട്ടിൽപ്പെട്ട ആൾ രാത്രി മുഴുവനും ഭയന്ന് വിറച്ചവിടെ കഴിയുന്നു. വന്യമൃഗങ്ങൾ നിറഞ്ഞ, വിഷപ്പാമ്പുകൾ നിറഞ്ഞ കൊടുങ്കാട്ടിലാണ് താനെന്ന് ചിന്തിച്ചപ്പോൾ ഉറങ്ങാൻ സാധിച്ചില്ല. ഫലങ്ങളും പുഷ്പങ്ങളും നിറഞ്ഞ പൂങ്കാവനത്തിലാണ് എന്ന് അയാൾ അറിയുന്നത് നേരം വെളുത്തപ്പോഴാണ്. താൻ കാട്ടിലല്ല, ഫലങ്ങളും പുഷ്പങ്ങളും നിറഞ്ഞ പൂങ്കാവനത്തിലാണ് എന്ന് അയാൾ അറിയുന്നത്. ഭയം അപ്രത്യക്ഷമാകുന്നു. വിഷപ്പാമ്പ് കടിച്ചു എന്ന് കരുതി ബോധം കെട്ട ആൾ പ്രകാശം പരന്നപ്പോൾ മന്ദഹസിക്കുന്നു. കാരണം അവിടെ കണ്ടത് കയറാണ് എന്ന് മനസ്സിലായി. ഭയം അപ്രത്യക്ഷമാകുന്നു. ഇല്ലാത്തത് ഉണ്ട് എന്ന് ധരിച്ചത് കൊണ്ടുള്ള അബദ്ധം മനസ്സിലാകുന്നു. ഇതേപോലെ ഭൗതിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ കഥകളൊക്കെ അബദ്ധമാണെന്നറിയുന്ന ഒരവസ്ഥയിൽ മനുഷ്യന് ഉയരാൻ സാധിക്കും. അതിന് ഈ രാത്രി മായണം, രാവ് അണയണം. ഭൂതപ്രേത പിശാചുക്കളൊക്കെ രാത്രിയുടെ സംഭാവനകളാണ്. നട്ടുച്ചയ്ക്കാരും ഭൂതങ്ങളെ കണ്ടിട്ടില്ല. അന്ധകാരമാണ് ദുഃഖങ്ങൾക്ക് കാരണം. അജ്ഞാനാന്ധകാരം സൃഷ്ടിക്കുന്ന ദുഃഖം അതിനേക്കാൾ ഭീകരമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന യാതനകളും വേദനകളും മറികടക്കുവാൻ മാർഗങ്ങളുണ്ട്. ആ രഹസ്യങ്ങളാണ് രാമായണം പഠിപ്പിക്കുന്നത്. ഈ രാമായണം എഴുതിയത് തന്നെ കൊള്ളക്കാരനായ ഒരാളായിരുന്നു. അതായത് കാട്ടാളനായ രത്നാകരൻ. കൊള്ളയും കൊലയും നടത്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സപ്തർഷികൾ ആ കാരണത്തിലൂടെ കടന്നു വരുന്നു. ഞങ്ങൾ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ്, ഞങ്ങളുടെ കയ്യിൽ തരാൻ പറ്റിയ യാതൊന്നുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും രത്നാകരനത് വിശ്വാസമായില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാം തന്നോളൂ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളൂ. രത്നാകരൻ്റെ വാണിംഗ് കേട്ട് സപ്തർഷികൾ പുഞ്ചിരിച്ചു. രത്നാകരൻ പോലും അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടാണ് മരിക്കുന്ന കാര്യം കേട്ട് ചിരിക്കുന്നവരെ കാണാനിടയാകുന്നത്. പണ്ട് അമ്മയുടെ കൗമാരപ്രായത്തിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളിനെ നോക്കി അമ്മയും ചിരിച്ചു. അയാൾ പറഞ്ഞു, നീ നിൻ്റെ ആട്ടവും പാട്ടുമൊക്കെ നിർത്തണം, അല്ലെങ്കിൽ നിൻ്റെ ശവം ഈ കായലിലൂടെ ഒഴുകുന്നത് നാട്ടുകാർ കാണും. അമ്മയുടെ മറുപടി സപ്തർഷികളെപ്പോലെ ശാന്തമായിട്ടായിരുന്നു. ശരീരത്തെ അല്ലേ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കൂ? ആത്മാവിനെ എന്തു ചെയ്യാൻ സാധിക്കും? ഞാൻ ശരീരമല്ല എന്ന് എന്നേ അറിഞ്ഞു കഴിഞ്ഞു. കൊല്ലാൻ വന്ന ആൾ കോപം കൊണ്ട് അലറി. അയാൾ കത്തി ഉയർത്തിക്കൊണ്ട് അമ്മയുടെ നേരെ നടന്നെടുത്തു. പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി അയാൾ നിലത്ത് വീണു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മ തന്നെത്താനെ പാകം ചെയ്ത ആഹാരവുമായി അവിടെ എത്തി. ഭക്ഷണം ഉരുട്ടി അയാളുടെ വായിൽ വെച്ചു കൊടുത്തു. പശ്ചാത്താപ വിവശനായി അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് മാപ്പ് ചോദിച്ചു. മഹാത്മാക്കൾ അങ്ങനെയാണ് മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്നത്. വളരെ വാത്സല്യത്തോടെ ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? രത്നാകരൻ പറയുന്നു, തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെന്ന്. മഹർഷിമാർ വീണ്ടും ചോദിച്ചു, നീ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളുടെ ഫലം പങ്കുവയ്ക്കാൻ നിൻ്റെ കുടുംബാംഗങ്ങൾ തയ്യാറാകുമോ? തീർച്ചയായും രത്നാകരന് ഒരു സംശയമുണ്ടായിരുന്നില്ല. ഒന്ന് പോയി ചോദിച്ചിട്ട് വരൂ. തൻ്റെ കുടിലിലേക്ക് രത്നാകരൻ ഓടുന്നു. ഭാര്യയോട് ചോദിക്കുന്നു, നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ്
ഞാൻ ഈ കൊള്ളയും കൊലയുമൊക്കെ ചെയ്യുന്നത്? ഈ പാപകർമ്മങ്ങൾക്ക് ശിക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുവാൻ നിങ്ങളും തയ്യാറാകില്ലേ? ഭാര്യ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം ഭാര്യയെയും മക്കളെയും പോറ്റേണ്ടത് ഭർത്താവിൻ്റെ ധർമ്മമാണ്. അതിനുവേണ്ടി നിങ്ങൾ അധർമ്മം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാകൂ. ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സത്യം ഭാര്യ ഇവിടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത കാട്ടുജാതിക്കാരി, ഒരു സാധാരണ സ്ത്രീ രത്നാകരന് അത് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന്. നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കിടാൻ ധാരാളം പേരുണ്ടാവും. നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാൻ ആരുമുണ്ടാവില്ല. താൻ ഒറ്റയ്ക്കാണ് എന്ന ബോധമുണ്ടായപ്പോൾ രത്നാകരൻ ഭ്രാന്തനെപ്പോലെ മുനിമാരുടെ അടുത്തേക്കോടി. ഈ പാപഭാരങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. മഹർഷിമാർ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. രാമമന്ത്ര ജപത്തിലൂടെ വാൽമീകി മഹർഷിയായി മാറുന്നു. കാട്ടാളനെ മഹാകവിയാക്കി മാറ്റുന്ന അത്ഭുതം, അതാണ് വാൽമീകിക്ക് സംഭവിച്ചത്. അതാണ് അമ്മയുടെ സന്നിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. ദാനത്തിലൂടെ ഫലം അനുഭവിക്കുന്നതാണ് ധനം എന്നറിഞ്ഞുകൊണ്ട് ഇനി ദീപാരാധന തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.